പ്രധാനമന്ത്രിയുടെ മറുപടിയില്ലാതെയാണ് ലോക്സഭയിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയം പാസാക്കിയത്. സ്പീക്കറുടെ അസാധാരണ നീക്കമാണ് കണ്ടതും. ലോക്സഭയിൽ പ്രധാനമന്ത്രി ആക്രമിക്കാൻ വനിതാ എംപിമാർ പദ്ധതിയിട്ടെന്ന് സ്പീക്കർ ഓം ബിർള ആരോപിച്ചു. വനിതാ എംപിമാരെ ഭയന്ന് പ്രധാനമന്ത്രി ഒളിച്ചോടിയെന്ന് പ്രിയങ്ക ഗാന്ധി തിരിച്ചടിച്ചു. തുടർച്ചയായ 4ാം ദിവസവും പാർലമെന്റ് പ്രക്ഷുബ്ധം. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടഞ്ഞതിനെതിരെയുണ്ടായ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഇന്നലെ ലോക്സഭയിൽ തടസ്സപ്പെട്ടിരുന്നു. അതിന് കാരണമായത് കോൺഗ്രസ് വനിതാ എംപിമാരുടെ അസാധാരണ നീക്കമെന്നാണ് സ്പീക്കർ ഓം ബിർളയുടെ ആരോപണം. വനിതാ എംപിമാരായ വർഷ ഗേക്വാഡ്, ജ്യോതിമണി തുടങ്ങിയവർ പ്രധാനമന്ത്രിയെ ആക്രമിക്കാൻ പദ്ധതിയിട്ടു. തന്റെ അഭ്യർത്ഥന അംഗീകരിച്ചാണ് പ്രധാനമന്ത്രി ലോക്സഭയിലേക്ക് മറുപടി പ്രസംഗത്തിനായി വരാതിരുന്നതെന്നും സ്പീക്കർ ഓം ബിർള വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗമില്ലാതെ രാഷ്ട്രപതിക്കുള്ള നന്ദി പ്രമേയം ലോക്സഭ ശബ്ദവോട്ടോടെ പാസാക്കി. പ്രധാനമന്ത്രി സ്പീക്കറുടെ പിന്നിൽ ഒളിക്കുകയാണെന്നും വനിതാ അംഗങ്ങളെ ഭയന്ന് പ്രധാനമന്ത്രി ഒളിച്ചോടിയെന്നും പ്രിയങ്ക ഗാന്ധി തിരിച്ചടിച്ചു. The Prime Minister, the absolute lies. It is an absolute lie. There is no question of anybody raising any hands on the Prime Minister, trying to hurt him or any such thing. ഇന്ത്യ ചൈന സംഘർഷത്തെക്കുറിച്ചുള്ള എം നരവനെയുടെ പുസ്തകത്തിലെ ഭാഗങ്ങൾ വായിക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ശ്രമിച്ചത് രാജ്യസഭയെയും ഇന്ന് പ്രക്ഷുബ്ധമാക്കി. പ്രതിപക്ഷത്തിന് നേരെ ഭരണപക്ഷത്തിന്റെ ആൾക്കൂട്ട അതിക്രമമാണെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ ആരോപിച്ചു. കേരളത്തിൽ പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈവെട്ടിയ സംഭവമുയർത്തി ഖാർഗെയെ രാജ്യസഭയിൽ നിർമ്മലാ സീതാരാമൻ നേരിട്ടു. റിപ്പോർട്ടർ, ദില്ലി.